ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, പൊഴിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പറപ്പൂർ ഡിവിഷൻ മെമ്പറാണ്. പിന്നെ സുനിൽ പോവിൽ. ഞാൻ സുനിൽ പോവേര്, തോളൂർ പഞ്ചായത്തിലെ പറപ്പൂർ സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള നോർത്ത് സംഘത്തിന്റെ കൺവീനറാണ്. ഞാൻ ജോബി ടി ഇഗ്നേഷ്യസ്, കിഴക്കേ കരിമ്പാടം വെങ്കടങ്ങ് കൃഷിഭവന്റെ കീഴിലുള്ള കിഴക്കേ കരിമ്പാടം കോർപ്പറേഷൻ സെക്രട്ടറി. എന്താ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാല്, ഏതാണ്ട് 3 ആഴ്ചയായിട്ട് ഈ KLDC കനാലിലൊന്നും വെള്ളമില്ല. അതുകൊണ്ട് പറപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള 9 പാടശേഖരങ്ങളിൽ വെള്ളമില്ല, ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തി ജില്ലാ കളക്ടർക്ക് നിവേദനം കൊടുത്തു. ഞങ്ങളുടെ പറപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ പോയി നോക്കാം എന്ന് പറയുന്നതല്ലാതെ വെള്ളം വന്നിട്ടില്ല. അത് വലിയ ഭീഷണിയാണ് വെള്ളം ഇല്ലാത്തതിന്റെ പേരിൽ. എല്ലാ മേറ്ററുകളും ഞങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ പറയാം. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പാടശേഖരങ്ങളിൽ സമയം ചെലവഴിക്കുന്ന ആളുകളാണ് ജോബി, അതുപോലെ സുനില്. അപ്പൊ അവര് ചെറിയ ഒരു വിവരണം പറയും. അപ്പോ അതിനോട് ചേർക്കാവുന്നത് ഒന്ന് ചേർത്താല്, ഉദ്യോഗസ്ഥന്മാരെ കണ്ണ് തുറന്നിട്ടില്ല. പാടശേഖരങ്ങളില് ചാലിലൊക്കെ പുല്ല് നിറഞ്ഞു കിടക്കാന്ന് പറയുമ്പോൾ അവർ ഓഫീസിൽ ഇരുന്നിട്ട് അതിന് മറുപടി പറയും. അവിടെ കാട് പിടിച്ച് കിടക്കാന്ന്, വെള്ളം തുറന്നങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഓഫീസിൽ നിന്ന് മറുപടി പറയാം. ഇത് വലിയ ഏക്കർ കണക്കിന് വലിയ പാടശേഖരങ്ങളാണ്. ഈ മണലൂർ താഴം പാടം, കോഞ്ചറപ്പാടം, കരിമ്പാടം, അതുപോലെ 51 തറ, പതിയാർ കുളങ്ങര എന്നൊക്കെ പറയുന്നത് നോക്കിയ നോട്ടെത്താത്ത കൃഷിഭൂമികളാണ്. അവിടെയാണ് വെള്ളമില്ലാത്തത്. അതിന്റെ തിക്ത അനുഭവങ്ങൾ ആദ്യം ജോബി പറയും, പിന്നെ സുനിൽ പറയും. ഈ പൊഴയ്ക്കൽ ബ്ലോക്ക്, അന്തിക്കാട് ബ്ലോക്ക്, മുല്ലശ്ശേരി ബ്ലോക്ക്, ഈ 3 ബ്ലോക്ക് അതിർത്തിയെ ചുറ്റപ്പെട്ടാണ് ഈ വെങ്കടങ്ങ്, മുല്ലശ്ശേരി ഇങ്ങനെ ഈ ഭാഗങ്ങളിലുള്ള പാടശേഖരങ്ങൾ കിടക്കുന്നത്. ഇവിടുത്തെ പ്രധാന ജലസ്രോതസ്, ശുദ്ധജലം സംരക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് 2 സ്ഥലങ്ങളുള്ളത്. ഏനാമാവ് റെഗുലേറ്റർ, ഇടിയഞ്ചിറ റെഗുലേറ്റർ. ഇതില് കൃഷി ഇറക്കാൻ പറയുന്ന അതേ കൃഷി വകുപ്പ് നമ്മളോട് കൃഷി ഇറക്കാൻ പറയുമ്പോൾ വെള്ളം തരാം, ഇതൊക്കെ തരാം എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മൾ കൃഷിയുടെ ഇറക്കുന്നത്. പക്ഷെ സമയബന്ധിതമായിട്ട് ഈ ഉപ്പുവെള്ളം കയറുന്നത് നിർത്തലാക്കാൻ വർഷങ്ങളോളമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഒടുവിൽ ഇന്നും അത് സാധ്യമായിട്ടില്ല. ഇടിയഞ്ചിറയിൽ റിപ്പയറിംഗ് നടക്കുന്നു, അന്തിമഘട്ടത്തിൽ എന്ന് ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരുന്നത് അല്ലാതെ അന്തിമമായിട്ടില്ല. ഇന്നും ഈ ജനുവരി മുതൽ തെക്കേ കോഞ്ചിറ കൊയ്ത്തിന് നെൽക്കതിര് വരുമ്പോൾ ശുദ്ധജലം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് വെള്ളം കിട്ടാൻ മാർഗമില്ല. ഇപ്പോ താറാവ് കൃഷിക്ക് വെള്ളം തുറന്നു എന്ന് പറഞ്ഞിട്ട് നോട്ടീസാണ് വന്നത്. ഈ കർഷകർക്ക് നോട്ടീസ് കൊടുക്കുന്ന സമയം കൃഷി വകുപ്പ് മുഖാന്തരം കർഷകർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അതും താറാവും നെല്ലും കൃഷി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിന് വെള്ളം എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ നോട്ടീസ് തന്നത്. പക്ഷെ അതിന്റെ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ, ഈ കർഷകന് നോട്ടീസ് കൊടുക്കാൻ കാണിച്ച അതേ ആർജവം തന്നെ ഈ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് ഈ നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു കുറച്ച് ദിവസമെങ്കിലും മുന്നേ ഈ വെള്ളം കൃത്യമായിട്ട് കർഷകർക്ക് ലഭിക്കുമായിരുന്നു. ഇന്ന് വെങ്കടങ്ങ് മേഖലയില് വെങ്കടങ്ങ് കൃഷിഭവന്റെ കീഴില് പാടശേഖരങ്ങൾക്ക് വെള്ളത്തിന്റെ അത്യാവശ്യം കുറഞ്ഞ സമയമാണ്. ഇനി കൊയ്ത്തിന് പാകാവുന്നു. നേരെ മറിച്ച് ആടാട്ട്, പറപ്പൂര്, അങ്ങനെ അങ്ങോട്ട് വടക്കൻ മേഖലയിലേക്ക് ഇനിയും വെള്ളം അത്യാവശ്യമുണ്ട്. അവിടെയൊന്നും ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ എത്തിയിട്ടില്ല. ഈ ചിമ്മിണി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാല് 3 പ്രധാന കൈവഴിയിലൂടെയാണ് വടക്കൻ മേഖലയിലേക്ക് വെള്ളം എത്തുക എന്നുള്ളത് ഇന്ന് ഇരിക്കുന്ന ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ സ്ഥലങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ അതിന്റെ ഗൂഗിൾ മാപ്പ് വിടൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ പ്രവൃത്തി. കാര്യങ്ങൾ ആധുനികവൽക്കരിച്ച രീതിയിലായിരിക്കാം. പക്ഷെ ഈ ചാലുകളുടെ പേര് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. ഒന്ന് പുല്ലേച്ചാൽ എന്ന് പറയും. പുല്ലേച്ചാൽ എന്ന് പറഞ്ഞാൽ വെങ്കടന്ന് കണ്ണോത്ത് പുല്ല ലിങ്കില എന്ന് പറഞ്ഞ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചാല്. അതായത് പുല്ലേപ്പടവ്, പായിക്കോട് അടങ്ങുന്നത്. അതിന്റെ ഒരു സൈഡ് വടക്ക് ഭാഗത്ത് 4 മുറി അക്കറ്റാൻ, കടവലക്കോട്, അങ്ങനെ അടാട്ടിന്റെ കീഴിലുള്ള പടവ്. ഇതിന്റെ ഇടയ്ക്കുള്ള ചാല് ചണ്ടി തൂർന്ന് കിടക്കുകയാണ്. നിങ്ങൾ ആർക്ക് പോയാലും കാണാം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പായിക്കോട് പുത്തങ്കോടിന് ഇടയ്ക്കുള്ള ഒരു ചാലുണ്ട്. അതായത്
ശാസ്താംകടവ് വരുന്ന വഴി വരുന്ന വെള്ളമാണ് പുല്ലച്ചാല് വഴി ഈ 51 തറ അവിടുന്ന് വടക്കോട്ട് പോകാൻ നിന്ന വഴി. അവിടെ അടഞ്ഞു കിടക്കാണ്. ഈ പിന്നെ പെരുമ്പുഴച്ചാലിൽ നിന്ന് വരുന്ന വെള്ളം കുറെയെങ്കിലും ഈ വടക്കൻ മേഖലയിലേക്ക് എത്താൻ ചെമ്മീൻ ചാല്, കാളിച്ചാല് എന്ന 2 ചാലുണ്ട്. ഇതില് രണ്ടിലും പൂർണ്ണമായും ചണ്ടിയും കുളവാഴിയും നിറഞ്ഞ് അടഞ്ഞു കിടക്കുകയാണ്. ഇതൊക്കെ സമയബന്ധിതമായിട്ട് ചണ്ടിയും കുളവാഴ നീക്കാൻ അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അതിനൊരു പരിഹാരമില്ല എന്ന്. അതാണ് വെള്ളത്തിന്റെ കാര്യം. ഇനി അന്തിക്കാട് മേഖലയിലൊക്കെ വെള്ളത്തിന്റെ ഷോർട്ടേജ് ആണ്. സാറേ, ഞാനിപ്പോ തോളൂർ പഞ്ചായത്തിന്റെ ഒരു പടവിന്റെ കർഷകരാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ മാത്രം 2500 ഏക്കർ നെൽകൃഷിയുണ്ട്. അതില് ഒരു പടവും കൊയ്യാറായിട്ടില്ല. എല്ലാം കതിര് നിൽക്കുന്ന പടവുകളാണ്. അപ്പൊ എന്റെ പടവില് 28 കൊയ്ത്ത ആ നെല്ലിലേക്ക് വെള്ളം കിട്ടിയിട്ട് 22 ദിവസമായി. അല്ല, കൈപ്പറമ്പ്, മുല്ലശ്ശേരി, വെങ്കടങ്ങ്, അളവള്ളി ഈ വെള്ളം ഇതൊക്കെ ഇത് നെൽകൃഷിക്ക് മാത്രമല്ല ഈ വെള്ളം ഉപയോഗിക്കണേട്ടാ. ഈ നെല്ലിന്റെ വെള്ളമാണ് നാട്ടില് ഈ വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ സോഴ്സ്. വേറെ വെള്ളം നമുക്ക് ഭൂമിയിൽ വെള്ളം ഇല്ല. ഈ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ കുടിവെള്ളം ഉണ്ടാവാറുള്ളൂ. ഇത് കാലങ്ങളായിട്ട് 10-35 വർഷമായിട്ട് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ ഡേഞ്ചറയില് ഈ ഷട്ടർ ഉണ്ടാക്കാത്തത് കൊണ്ട് ഉണ്ടായ വിഷയം എന്താ വെച്ചാല്, ഡിസംബർ കാലത്ത് ഏറ്റവും കൂടുതൽ വെയിലേറ്റ് ഉണ്ടാവുന്ന സമയമാണ്. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു 30 കൊല്ലം മുമ്പ് ഇതുമാതിരി ഇത് നടത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും നിങ്ങളും ഇത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എനിക്കറിയില്ല. കാരണം ഇതൊരു ന്യൂസ് ആയിട്ടൊന്നും കാണാറില്ല ഇത്ര കാലം പറഞ്ഞിട്ടും. ഈ 30 വർഷം മുമ്പും ഞാൻ ഇത് പറയുമ്പോ ഈ ഉപ്പുവെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടി ഇവര് ചെയ്യണ ചിമ്മിനി പീച്ചും തുറന്നിട്ട് ആ ഉപ്പുവെള്ളം കയറാണ്ടിരിക്കാൻ ഇവിടുന്ന് വെള്ളം അങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഈ ചിമ്മിനി കിടക്കുന്ന വെള്ളം ഉപ്പുവെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിടുക. ഈ ഷട്ടർ അവിടെ നിർമ്മിക്കാത്ത കൊണ്ട് മാത്രം ഷട്ടർ ദ്രവിച്ചു പോയി ഒക്കെ പോയി. അത് 30 വർഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോ തുറന്നു വിടാന്ന് വെച്ചാൽ ഇപ്പൊ അവര് ബണ്ട് അവിടെ ബണ്ട് കെട്ടി എന്ന് പത്രങ്ങളിലൂടെ ഞങ്ങൾ അറിയുന്നു. ആ ഒരു ഉത്തരവ് കൊടുത്തു എന്ന് ഇന്നലെ കളക്ടർ ഓഫീസിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടിയല്ല. അതിന് മറുപടി ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് ആര് കൊടുത്തു എന്ന് തുറന്നു പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഏതോ ഒരു ഇതിന്റെ പേര് പറഞ്ഞു, പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഇതെനിക്കാണ്. അവർക്ക് ആ വെള്ളം അവിടെ ഷട്ടർ അടയ്ക്കാൻ ആര് അനുമതി കൊടുത്തു എന്ന് ചോദിച്ചാൽ ഓപ്പൺ ആയിട്ട് ഒരു മറുപടി പറഞ്ഞില്ല. അവിടെ രഹസ്യമായിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ കേട്ടില്ല. ഞങ്ങൾ പുറകിലിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് ഉത്തരവാദിത്തം ഇല്ലാത്ത ആളുകൾ ആണ് ഈ കൈകാര്യം ചെയ്യുന്നതെന്ന് വേണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതില് വേറെ വിഷയം, ഈ തൃശ്ശൂർ പൂരം വരണവരെ എല്ലാ കൊല്ലവും കർഷകർക്ക് ഇതേപോലെ വരണം. ഇങ്ങനെ ഓടി നടന്നിട്ട് പകുതി നെല്ല് വിളിച്ചിട്ടാണ് എല്ലാ കൊല്ലം ഈ 30 വർഷമായിട്ടും. അപ്പൊ ഈ കൊല്ലം നമ്മൾ എല്ലാവരും കളക്ടറും എല്ലാവരും കൂടി തീരുമാനിക്കും അടുത്ത കൊല്ലേക്ക് നമുക്ക് എല്ലാ ചാലുകൾ വൃത്തിയാക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം ഒക്കെ. അത് ആ മാസത്തോടു കൂടി ആ പരിപാടി കഴിഞ്ഞു. പിന്നെ വീണ്ടും 30 വർഷമായിട്ട് ഞാൻ അനുഭവസ്ഥനാണ്. ഇതേ സെയിം തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്ന പോലെ തന്നെ ഈ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വെള്ളത്തിന് വേണ്ടിയുള്ള നിലവിളി എല്ലാ കൊല്ലം 30 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ആ തീരുമാനം എന്ന് പറഞ്ഞാൽ കർഷകന് വെള്ളം കിട്ടണം. ഇവരെന്ത് വേണം തീരുമാനം ഉണ്ടായതുകൊണ്ട് വെള്ളം കിട്ടില്ല, കൃഷി നന്നാവില്ല. വെള്ളം കിട്ടിയേ കൃഷി നന്നാവും. ഞാനിപ്പോ നെൽകൃഷി കൊണ്ട് മാത്രം ഞാൻ 30 എനിക്കൊരു 10 ഏക്കർ കൃഷിയുണ്ട്. ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം കാരണം ഞാൻ ജീവിക്കുന്നത് എന്റെ കുടുംബം. ആ കൊല്ലം എന്റെ പോയി കഴിഞ്ഞാൽ അതുപോലെ ഓരോ കർഷകരും. അപ്പൊ നമ്മൾ ഈ ഫീൽഡ് തന്നെ വിട്ടുപോകുക. പിന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇപ്പൊ നെൽകൃഷിയൊന്നും താല്പര്യമില്ല. തമിഴ്നാട്ടിൽ ആന്ധ്രയിൽ നിന്ന് ആ രീതിയിലേക്കാളും വിലക്കുറവുകൾ കിട്ടും, അത് കൊണ്ടുവരാം. പിന്നെ ആ ഇതിലേക്ക് നമ്മൾ പോകണില്ല. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇതിനേക്കാളും ശബരിമലയേക്കാളും വലിയ അവസ്ഥയാണ് കൃഷിയിൽ നടക്കണേ. അവിടേക്ക് നമ്മൾ പോകണില്ല. അപ്പോ പറയാനുള്ളത്, മാധ്യമങ്ങളിൽ നിന്ന് ഞങ്ങള് നീതി പ്രതീക്ഷിക്കുന്നു. നമ്മൾ കൃഷി, വാഴകൃഷി, തെങ്ങ് കൃഷി, കവുങ്ങ് കൃഷി എന്നൊക്കെ പറയും. ഏറ്റവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ള കൃഷി, റിസ്ക് പിടിച്ച കൃഷി, ജനങ്ങൾക്ക് ആവശ്യമുള്ള അരി
അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് വാഴക്കൃഷിയല്ല, കവുങ്ങല്ല, തെങ്ങല്ല, വേറെ കുരുമുളകുമല്ല, നെൽകൃഷിയാണ്. പാടശേഖരങ്ങളിലെ നെൽകൃഷിയാണ് രക്ഷപ്പെടേണ്ടത്. അത് ഈ അവാർഡ് കൊടുക്കുന്നിടത്ത് കൃഷിഭവനിലൊക്കെ ഞാൻ അതിൽ മെമ്പർ ആയതുകൊണ്ട് അവര് ഒരു വാഴക്കൃഷിക്ക് ഒരു അവാർഡ്, ഒരു കുരുമുളക് കൃഷിക്ക്, ഒരു നെൽകൃഷിക്ക്, ഒരു കവുങ്ങ് കൃഷിക്ക്, ഒരു നെൽകൃഷി. അപ്പൊ ഞാൻ പറഞ്ഞു നെൽകൃഷിനെ അതിന്റെ ഒപ്പം തുലനം ചെയ്യരുത്. പാടത്ത് ചളിയിൽ ഇറങ്ങി പണിയെടുക്കാൻ യുവാക്കളെ തയ്യാറാവുന്നില്ല. വൈക്കോല് മേലുകൊണ്ട് ഒരയാൻ ഇന്നത്തെ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നെൽകൃഷിയാണ് പ്രധാനപ്പെട്ട ഭക്ഷ്യത്തിന്റെ ഉറവിടം. ത്യാഗവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ള കർഷകര് പത്രസമ്മേളനം അറിയില്ല, ആഫീസുകൾ അറിയില്ല, ഒന്നും അറിയില്ല അവർക്ക്. ഇവരൊക്കെ കുറച്ചൊരു ജനങ്ങളായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് അവർ ഇന്ന് ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണം. രക്ഷപ്പെടണം, കൃഷി ഉണങ്ങരുത്, നശിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൃഷിക്ക് മറ്റൊരു ഭീഷണിയും കൂടി ഇന്ന് സർക്കാരുകളുടെ തലത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സബ്സിഡികളെല്ലാം നിർത്തലാക്കണമെന്ന് കേന്ദ്രത്തിൽ നിന്നൊരു നിർദ്ദേശം, ഇവിടെ സ്പെഷ്യൽ സബ്സിഡി കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം കർഷകന്റെ നട്ടെല്ലൊടിക്കുന്ന ഒരു കാര്യമാണ്. കേരള സർക്കാരാണെങ്കിൽ ഒരു കർഷകൻ 5 ഏക്കറിൽ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കരുത്. അവൻ പാട്ടത്തിന് എടുത്തിട്ടായാലും സ്വന്തമായാലും 5 ഏക്കറിൽ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പൊ തരുന്നത്. അതിൽ കൂടുതൽ നെല്ലെടുത്താൽ അവന് സബ്സിഡി തരില്ല എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ അധികാരികളുടെ ഭാഷ്യം. ഇതെല്ലാം കർഷകന്റെ നട്ടെല്ലൊടിക്കുന്നതാണ് ഇന്നത്തെ സർക്കാരുകൾ ചെയ്യുന്നതിന്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കാന്ന് നമ്മളൊരു പഴമൊഴിയുണ്ട്. ഇത് ഇരിക്കുന്ന മരത്തിന്റെ വേരടക്കം കൊത്തി കളയുന്നതാണ് കർഷകന്റെ നട്ടെല്ലൊടിക്കല്. ഈ സബ്സിഡികൾ നിർത്തലാക്കുക എന്നുള്ളത് ഇരിക്കുന്ന മരത്തിന്റെ വേരടക്കം കൊത്തി കളയുന്ന അവസ്ഥയാണ്. അത് കർഷകൻ ഇല്ലാതാവും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ നിങ്ങളത് ഈ ആശയങ്ങൾ പ്രകടിപ്പിക്കണം, സർക്കാരുകളെ കണ്ടു തോർക്കണം, കർഷകനെ നിലനിർത്തണം എന്നും കൂടെ അഭ്യർത്ഥിച്ച് വെള്ളം വരാനുള്ള അടിയന്തര നടപടിയിലേക്ക് സ്വീകരിക്കാൻ അധികാരികളെ പ്രേരിപ്പിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രത്യേകം നന്ദി പറയാം.